പെരുവഴിയിൽ പോലും ഇയാൾക്കൊന്ന് സമാധാനം കൊടുക്കരുതമ്മേ. നീ വാ. എന്താ ശേഖര, ഒരു ചർച്ച? അല്ല, ഞങ്ങൾ ഈ ഇലക്ഷൻ കാര്യങ്ങൾ ഇങ്ങനെ പറയായിരുന്നു ചേച്ചി. രഹസ്യം വല്ലതും ആണോ? ഏയ്, എന്ത് രഹസ്യം? ആണെങ്കിലേ പതിയെ പറയണം കേട്ടോ. ആരെങ്കിലും കേട്ടാലോ? ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നേ? ആ പ്രതാപ, ഇന്ന് നേരത്തെ ആണല്ലോ. ഇലക്ഷൻ വർക്കൊക്കെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു? ആ, കഴിഞ്ഞിട്ടില്ല ചേച്ചി. വൈകിട്ട് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് ടൗണിൽ. ആ, നിങ്ങൾ ഇരിക്കെ. ഞാനേ പണിക്കാരോട് കരിക്കിടാൻ പറഞ്ഞിട്ടുണ്ട്. ചൂടിന് ഏറ്റവും ബെസ്റ്റ് കരിക്ക. ഈ നിർജ്ജലീകരണമൊന്നും ഉണ്ടാവില്ല. ശരീരം എപ്പോഴും കൂളായിരിക്കും. ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ ഇരിക്കുക. ബാക്കി പ്ലാനിംഗ് ഒക്കെ ഇനി കരിക്ക് കുടിച്ച് കഴിഞ്ഞിട്ടാവും. സർ. അശോക് സർ. തന്നിരിക്കുക. താങ്ക് യു സർ. ബട്ട് നോ, ഞാൻ ഇരിക്കുന്നില്ല. സാർ എന്നെ ഏൽപ്പിച്ച കേസിന്റെ വളരെ പ്രധാനപ്പെട്ട ചില ലീഡ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് സാറിനോട് നേരിട്ട് കണ്ട് അറിയിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. ഓക്കെ, എന്താണ് തനിക്ക് കിട്ടിയ ലീഡ്സ്? അല്ല സർ, നമുക്ക് അങ്ങോട്ട് മാറി നിന്നാലോ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നെ പോലെ തന്നെ ഈ കേസിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരാ ഇവിടെ ഉള്ളവരെല്ലാം. സോ യു ക്യാൻ. ചേച്ചിക്ക് അശോകനെ പരിചയമില്ലേ? ഇല്ല. അശോക് കേരള പോലീസിലെ സ്പെഷ്യൽ ഇന്റലിജൻസ് വിങ്ങിലെ ഉദ്യോഗസ്ഥനാണ്. ഹലോ. രാജുവിനുണ്ടായ ആക്സിഡന്റ് അത് ആക്സിഡന്റ് തന്നെയായിരുന്നു എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. മിസ്റ്റർ അശോകിനോട് രാജുവിനുണ്ടായ ആക്സിഡന്റിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അശോക് പറയൂ. വർമ്മ സാറിന്റെ ഊഹം ശരിയായിരുന്നു. രാജുവിന് സംഭവിച്ചത് ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല. അതൊരു കൊലപാതക ശ്രമം തന്നെയായിരുന്നു. സർ, രാജുവിന് ഇടിച്ച വാഹനം ഒരു മഹാരാഷ്ട്ര രജിസ്റ്റേർഡ് കാറായിരുന്നു. ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ അതുണ്ടാകാൻ കാരണമായവർ ചിലപ്പോ പേടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. അത് സാധാരണമാണ്. പക്ഷേ സംഭവം കണ്ടുനിന്ന ദൃക്സാക്ഷികളുടെ മൊഴിയിൽ നിന്ന് മനഃപൂർവ്വം ആരോ കാറ് രാജുവിനെ ഇടിക്കാനായി ഓടിച്ചതുപോലെ തോന്നി എന്നാണ് മനസ്സിലാക്കാനായത്. പിന്നെ ആ കാറിന്റെ നമ്പർ അത് ഫേക്ക് ആയിരുന്നു സർ. ആ കാറിലുണ്ടായിരുന്ന വെഹിക്കിൾ നമ്പർ അത് കൊച്ചി സ്വദേശിനിയായ ഒരു സ്ത്രീയുടെ സ്കൂട്ടറിന്റെ നമ്പറാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് പ്ലാൻ ചെയ്തതും നടത്തിയതും ഈ നാട്ടിൽ തന്നെയുള്ള രാജുവിന്റെ മൂവ്മെന്റ്സ് ശരിക്കും അറിയാവുന്ന ആരോ ആണ്. രാജു, തനിക്കാരെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും മുൻവൈരാഗ്യങ്ങളോ വ്യക്തിവൈരാഗ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഏയ്, അവനങ്ങനെ ശത്രുക്കളാരുമില്ല. എനിക്ക് തോന്നുന്നത് രാജു വീണ്ടും എന്റെ ഒപ്പം വന്നതും ഇലക്ഷൻ വർക്കിന് ജോയിൻ ചെയ്തതും ഇഷ്ടപ്പെടാതെ ആരോ ചെയ്തതാണെന്ന്. സാധ്യതയുണ്ട് സാർ. അന്വേഷിക്കണം. അത് ചെയ്തത് ആരായാലും അവരെ കണ്ടുപിടിക്കണം.
പ്രത്യേകം പറയണ്ടല്ലോ. കയ്യിൽ കിട്ടിയാൽ ഉടനെ കേസ് ചാർജ് ചെയ്യാനൊന്നും നിൽക്കണ്ട. തോലുരിച്ചേക്കണം. സാർ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. അത് ഞാൻ ഏറ്റു സാർ. ഓക്കെ. എന്തൊക്കെ ചേട്ടാ ഇവിടെ നടക്കുന്നേ? അല്ല, രാജുവിനെ കൊല്ലാനും മാത്രം ഇത്ര ദേഷ്യാർക്ക? എനിക്കതാ മനസ്സിലാവാത്തത്. ഏറിയാൽ ഒരാഴ്ച. ചെയ്തവരാരായാലും അശോക് അവരെ കണ്ടുപിടിക്കും. അപ്പോ നമുക്കറിയാലോ ശേഖര, ആരായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു എന്നൊക്കെ. രാജു സർ, നീ ഒന്ന് സൂക്ഷിക്കണം. നിനക്കുണ്ടായത് ഒരു ആക്സിഡന്റ് അല്ല രാജു, കൊലപാതക ശ്രമമാണെന്ന് അയാൾ പറഞ്ഞപ്പോ എനിക്കെന്റെ തല കറങ്ങുന്നത് പോലെ തോന്നിയത്. എന്തൊക്കെയാ രാജു നമ്മൾ അറിയാതെ നമുക്ക് ചുറ്റും നടക്കുന്നത്? നമ്മളൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ ഋതിക മേഡം. എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തതിന്റെ ഫലങ്ങൾ തന്നെയാ നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛന്റെ സംശയം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. രാജു അച്ഛന്റെ ഒപ്പം വീണ്ടും നിൽക്കുന്നത് അച്ഛന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല രാജു. അവരിൽ ആരെങ്കിലും ഒരാൾ തന്നെ ആയിരിക്കും രാജുവിനെ. ഒരിക്കലും അല്ല മേഡം. അക്കാര്യത്തിൽ വർമ്മ സാറിന്റെ കണക്ക് കൂട്ടലുകൾക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതെ മേഡം, നിങ്ങൾ കരുതുന്ന പോലെ ഒരു ആക്സിഡന്റിലൂടെ എന്നെ തീർത്ത് കളയാന്ന് വിചാരിച്ചത് വർമ്മ സാറിന്റെ രാഷ്ട്രീയ ശത്രുക്കളൊന്നുമല്ല. പിന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആക്സിഡന്റിനെ കുറിച്ച് സംസാരിച്ചപ്പോ ദീപകിന്റെ മുഖഭാവം ഋതിക മേഡം ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല രാജു. എന്നാ ഞാൻ ശ്രദ്ധിച്ചു. അതുവരെ നോർമലായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന അവന്റെ മുഖത്ത് ആ കാര്യം കേട്ടപ്പോഴുണ്ടായ ഭയവും വേവലാതിയും ഞാൻ കണ്ടു. ഞാൻ അത് കണ്ടു എന്ന് മനസ്സിലായപ്പോ അതിവിദഗ്ധമായി അതവൻ മറക്കാനും ശ്രമിച്ചു. രാജു പറയുന്നത് സത്യമാണെങ്കിൽ നമുക്കിത് എത്രയും പെട്ടെന്ന് അച്ഛനെ അറിയിക്കണം. രാജുവിനെതിരെ അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവൻ എന്റെ വീട്ടിൽ തുടരാൻ യോഗ്യനല്ല. ഇത് അവന്റെ മാത്രം പ്ലാൻ ആയിരിക്കില്ല രാജു. അവനേക്കാൾ കൂടിയ വിഷ അമ്മായി. അവനെ കൊണ്ട് അമ്മായി ചെയ്യിക്കുന്നതാ ഇതെല്ലാം. ഞാൻ അച്ഛനെ വിളിക്കട്ടെ. വേണ്ട ഋതിക മേഡം. രാജു എന്തീ പറയുന്നേ? രാജുവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അവനെ എനിക്ക് ഇപ്പൊ തന്നെ അച്ഛനറിഞ്ഞ ഇന്നവന്റെ അവസാനമായിരിക്കും. രാജു ഫോൺ ചെയ്താ. ഇപ്പൊ വേണ്ട ഋതിക മേഡം. ദീപക് അല്ല ഇപ്പൊ എന്റെ പ്രശ്നം. ഞാൻ ആലോചിക്കുന്നത് ആ DNA റിപ്പോർട്ടിനെ കുറിച്ചാ. ദീപക് എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ ഒരു കാരണം ആ DNA റിപ്പോർട്ട് ആയിരുന്നിരിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് ആ മിസ്സിംഗ് ആയ റിപ്പോർട്ട് അവന്റെ കയ്യിൽ കിട്ടിയിട്ടുമില്ല. അതാണ് രാവിലെ ഞാൻ DNA റിപ്പോർട്ട് പുറത്ത് വിടുവെന്ന് പറഞ്ഞപ്പോ ഋതിക മാഡത്തിന്റെ വീഡിയോ കാണിക്കാതെ അവൻ വിഷയം മാറ്റിയത്. എന്തായാലും എന്റെ മനസ്സിലെ പ്രശ്നങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നതുവരെ ഈ പ്രശ്നം നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതി. രാജു പക്ഷെ അവൻ ഋതിക മാഡം, ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. എന്നാ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ.
എന്താടാ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നേ? നിനക്ക് എന്തോ പറ്റി? അല്ലമ്മേ, അമ്മാവൻ രാജുവിനുണ്ടായ ആക്സിഡന്റിനെ കുറിച്ച് അന്വേഷിക്കാനേ സ്പെഷ്യൽ വിങ്ങിനെ ഏർപ്പാടാക്കിയില്ലേ? അതിന് നീ എന്തിനാ ഇങ്ങനെ നഖം മുഴുവൻ കടിച്ചു തിന്നുന്നേ? അവനെ കാർ എടുപ്പിച്ചത് നിന്റെ അധോലോകത്തിലെ കൂട്ടുകാരല്ലേ? അതെ, എന്നാലും എനിക്കൊരു പേടി. എന്തിന്? നീ അവർക്ക് ഞാൻ തന്ന ക്യാഷ് മുഴുവൻ കൊടുത്തതല്ലേ? ആ, കൊടുത്തു. ആ, പിന്നെന്താ ഇവിടെ ഇപ്പൊ പ്രശ്നം? എങ്ങാനും ആ പോലീസുകാർ അവരെ പൊക്കിയ അവര് കുറ്റസമ്മതം നടത്തില്ലേ? പൊന്നുമോനെ, അവര് കുറ്റം സമ്മതിക്കുമല്ലോ അല്ലേ? അവസാനം കാല് വാരിയാലേ നീയും നിന്റെ പിന്നാലെ ഞാനും സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരും. അമ്മ പ്രത്യേകം പറഞ്ഞതാ, അവന്മാരെ കൊണ്ടേ ചെയ്യിക്കാവൂ, ഞാൻ എടുത്തു ചാടിയൊന്നും ചെയ്യരുതെന്ന്. രാജുവിനെ കാറിടിപ്പിച്ചത് ഞാനായിരുന്നെന്ന് അമ്മയെങ്ങാനും അറിഞ്ഞ അതോടെ എല്ലാം തീർന്നു. അമ്മ തോണ്ടപാടും. എന്താണ് നിന്ന് കണ്ണുപിടിക്കുന്നേ? നിന്റെ നാവിറങ്ങിപ്പോയോ? അല്ലമ്മേ, എനിക്കൊരു പേടി. അവന്മാരെങ്ങാനും രാജുവിനെ കാറിടിപ്പിച്ചത് ഞാനാണെന്ന് എങ്ങനെ പറയൂ? എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയും? അല്ല, അവന്മാരെന്തിനാ നിന്റെ പേര് പറയുന്നേ? ദീപക്കേ, സത്യം പറ. നീ ഞാൻ അറിയാതെ എന്തെങ്കിലും കൃത്രിമം കാണിച്ചോ? ഇല്ലമ്മേ, ഞാനാണ് സത്യം. അല്ല, അമ്മയാണ്. ആ, അവരൊക്കെ വാടക ഗുണ്ടകളല്ലേ അമ്മേ. പിടി വീണ തകിടം മറിഞ്ഞാലോ എന്നൊരു പേടി. അതാ ഞാൻ. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അതിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ചിന്തിക്കണമല്ലോ. അത് ശരിയാ. ഒരു കാര്യം ചെയ്, നീ അവന്മാരെ ഒന്നുകൂടി ഒന്ന് വിളിക്ക്, നിന്റെ വാടക ഗുണ്ടകളെ. എന്തിന്? അത് ഞാൻ അവരോട് പറഞ്ഞോളാം. അമ്മേ, അതൊന്നും വേണ്ട, അവരോട് ഞാൻ സംസാരിച്ചോളാം. അമ്മ ഞാൻ അവരോട് എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ മതി. കാര്യേ നിസ്സാരമാ. നീ അവരെ വിളിച്ച് ആ പോലീസുകാരന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ട് അയാളെ അങ്ങ് തീർത്തേക്കാൻ പറ. എന്തിന്? അവന്മാരെ ആ പോലീസുകാരനെ കൊന്നതിന്റെ തെളിവ് നിന്റെ കയ്യിലുണ്ടെങ്കിലേ പിന്നെ അവന്മാർ നിനക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രണ്ടാമതും മൂന്നാമതും ഒന്ന് ആലോചിക്കും. നീ പറയുന്ന ബോംബെ അധോലോക രാജാവൊക്കെ നിന്റെ കാൽ കീഴി വന്ന് കിടക്കും. അവന്മാരങ്ങനെ ഭീഷണിക്കൊക്കെ വഴങ്ങും അമ്മേ? മോനെ ദീപക്കേ, ഇതേ ബോംബെയിലും ബാംഗ്ലൂരിലും കിടന്ന് പീരി വിരിച്ചാടുന്നത് പോലെ അല്ല. കേരള പോലീസിൽ ഒരാളുടെ രോമത്തിൽ മുറിവേൽപ്പിച്ചാൽ ബോംബെയിലെന്നല്ല, ലോകത്തിലേതറ്റത്ത് പോയി അവന്മാരെ ഒളിച്ചാലും അവന്മാരെ കേരള പോലീസ് പൊക്കിയിരിക്കും. അത് അവന്മാർക്ക് മനസ്സിലായിക്കോളും. നീയേ ആ ഫോൺ എടുത്ത് അവന്മാരെ വിളിക്ക. ധൈര്യമായിട്ട് വിളിക്കടാ, അമ്മയല്ലേ പറയുന്നേ. വിളിക്ക്. ആശ്വാസായി. ഹലോ മസൂദ് ഭായ്. എന്താ രാജു? എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി അപ്പോ തന്നെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി രാജു. പിന്നെ DNA റിപ്പോർട്ട് എവിടെ മിസ്സായി? DNA റിപ്പോർട്ട് എവിടെ വെച്ചായിരിക്കും മിസ്സായെന്ന് മാഡത്തിന് തോന്നുന്നു? ഹോസ്പിറ്റലിൽ വെച്ചെങ്ങാനും. ഹോസ്പിറ്റലില്
എന്റെ തിങ്സ് ഒക്കെ വാങ്ങിയത് ഋതിക മാഡം അല്ലേ? അപ്പോ ഋതിക മാഡം തന്നെയാണ് ആ DNA റിപ്പോർട്ട് മാറ്റിയെന്നാണോ മാഡം പറയുന്നത്? രാജു, ഇങ്ങനെ ദേഷ്യപ്പെടരുത്. സോറി മാഡം. നഷ്ടപ്പെട്ട ആ റിപ്പോർട്ടിന്റെ കാര്യം ആലോചിച്ച് സമയം കളയുന്നതിലും നല്ലത് വീണ്ടും ഒരു DNA ടെസ്റ്റ് കൂടി നടത്തുന്നതല്ലേ? മാഡം ഇത് എന്താ ഈ പറയുന്നത്? അതിനി എന്തൊക്കെ നിയമ നടപടികൾ വേണമെന്നറിയോ? നമുക്ക് തോന്നുമ്പോഴൊക്കെ ചെന്നെടുക്കാൻ പറ്റുന്നതാണോ DNA ടെസ്റ്റ്? ദിവ്യയുടെ കാര്യത്തില് അവളെ സഹായിക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം രാജു. അതല്ലേ നല്ലത്? അത് ശരിയാവില്ല മാഡം. നമ്മുടെ മുമ്പിൽ ഇത്ര എളുപ്പത്തില് എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉള്ളപ്പോ അത് ഉപേക്ഷിച്ച് മറ്റു വഴികൾ തിരയാൻ ഇറങ്ങുന്നത് ബുദ്ധിമോശ. ആ DNA റിപ്പോർട്ട് എവിടെയാണെന്ന് ഞാൻ തേടി കണ്ടുപിടിക്കാം. രാജു ഇതെവിടേക്ക്? ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക്. ആ റിപ്പോർട്ട് അവിടെ ഇല്ലെങ്കിൽ അവിടുന്ന് നേരെ ആശുപത്രിയിലേക്ക്. രാജു, ഞാൻ പറയുന്നത് രാജു, ഹേയ് രാജു, ഞാൻ പറയുന്നത്. രാജു, നിങ്ങൾ സംസാരിക്കുന്നത് മുഴുവൻ പുറത്തുനിന്ന് കേട്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായെന്നും അത് തെരഞ്ഞ് നീ പോവുകയാണെന്നും എനിക്ക് മനസ്സിലായി. നീ ആ റിപ്പോർട്ട് തരാൻ പോകണ്ട. അതെന്താ വെച്ചാ? ഇപ്പൊ നിന്റെ ശ്രദ്ധ മുഴുവനും ഇലക്ഷൻ കാര്യങ്ങളിലും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. വർമ്മ സാറിന് നിന്നോട് അത്രയ്ക്കും വിശ്വാസമുള്ളതുകൊണ്ടാ നീ ചെയ്ത തെറ്റൊക്കെ നിന്നോട് ക്ഷമിച്ച് വർമ്മ സാറ് നിന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം ഇലക്ഷൻ വർക്കിന് സഹായിക്കാൻ ശ്രമിച്ചത്. നീ ഇപ്പൊ തിരഞ്ഞിറങ്ങാൻ നോക്കിയ ഈ DNA റിപ്പോർട്ട് വർമ്മ സാറിന്റെ രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ടൊന്നുമല്ലല്ലോ. മുമ്പായിരുന്നു വെച്ചാ, പക്ഷെ ഇപ്പോ അല്ല. വേണ്ട മോനെ, നീ അതിന്റെ പുറകെ പോകണ്ട. അച്ഛാ, അതങ്ങനെയല്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പോയി അന്വേഷിച്ചോളാം. നിന്റെ ചിന്തയിലും വിചാരത്തിലും വർമ്മ സാറും വരുന്ന ഇലക്ഷനും മാത്രം ഉണ്ടായാൽ മതി. മനസ്സിലായോ? മനസ്സിലായച്ചാ. നീ ചെല്ല്. ഋതിക മാഡം, ഇത് ഞാൻ നോക്കിക്കോളാം. ശരി അങ്കിളെ. ശ്രീലക്ഷ്മി, അമ്മ വിളിച്ചായിരുന്നു ഹരീഷ്. രാജുവേട്ടന് കുറവുണ്ടോ? ഏട്ടന് നന്നായി ഭേദമായി. ഏട്ടൻ വീണ്ടും വർമ്മ സാറിന്റെ ഒപ്പം ജോയിൻ ചെയ്തു. അതെ, എന്റെ പഠിത്തത്തിന്റെ കാര്യത്തില് എന്ത് സഹായം വേണമെങ്കിലും വർമ്മ സാറ് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുള്ളതാ. നമുക്ക് വർമ്മ സാറിനെ ഒന്ന് പോയി കണ്ടാലോ? ഏയ്, ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. അഡ്മിഷൻ ഫീസിനുള്ള പണം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ആണോ? എവിടുന്ന്? അത് വലിയ തുകയല്ലേ? ഹരീഷ് എങ്ങനെ അത്രയും തുക ഇപ്പോ? അതെ, താൻ ചൂടാവരുത്. എന്താ? ഞാനേ എന്റെ കഴുത്തി കിടന്ന മാലയങ്ങ് വിറ്റു. എന്ത് പണിയാ ഹരീഷ് നീ കാണിച്ചത്? അതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഇനി വിൽക്കാൻ എന്താ ബാക്കിയുള്ളേ? ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും ഇങ്ങനെ ഓരോ ഓർണമെന്റ്സ് വിൽക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? വർമ്മ സാറിനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഏത് കോളേജിലാണെന്ന് പറയേണ്ട താമസം. അഡ്മിഷൻ റെഡിയാക്കി തന്നേനെ. ഏയ്, അതൊന്നും ശരിയാവില്ലടോ. അവരെ എല്ലാരെയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടാ നമ്മുടെ വിവാഹം അധികം നടത്തി തന്നത്. നന്നായി ജീവിച്ച് കാണിക്കണമെന്ന് വർമ്മ സാർ പറഞ്ഞത് ഓർമ്മയില്ല തനിക്ക്. എന്നിട്ട് വർമ്മ സാറിന്റെ അടുത്തേക്ക് തന്നെ ആവശ്യങ്ങൾ പറഞ്ഞ് ചെല്ലുന്നത് ശരിയാണോ? ശരി, ഇപ്പൊ മാല വിറ്റ് അഡ്മിഷൻ ഫീസ് അടച്ചു. ഇനിയും ഇല്ലേ 100 കൂട്ടം കാര്യങ്ങള്. ടെക്സ്റ്റുകൾ വാങ്ങണം, കോളേജ് ഫീസ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാലേ കോഴ്സ് കഴിയുന്നത് വരെ ഫീസ് എങ്ങനെ നീണ്ടുപോവും. കാശ് ഇങ്ങനെ കയ്യിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇതിനൊക്കെ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? മോൻ പോയി ആ അഡ്മിഷൻ ഫീസ് തിരിച്ചു വാങ്ങിക്കൊണ്ടുവാ. പിന്നെ ഒരു ഡിഗ്രി കൊണ്ട് ഒരു ജോലി കിട്ടുമെന്ന് ഞാൻ നോക്കാം. ആദ്യം നമുക്ക് സ്വന്തം കാലം നിൽക്കാം.
എന്നിട്ട് മതി മുന്നോട്ടുള്ള പഠിത്തം. എടോ, അതൊന്നും ശരിയാവില്ല. എനിക്ക് തന്നെ പഠിപ്പിക്കണം. പഠിപ്പിച്ച് വലിയൊരു നിലയിലാക്കണം. താൻ കൈ നിറച്ച് ശമ്പളം വാങ്ങുന്നത് കണ്ട് അമ്മ തന്നെ സ്വീകരിക്കാൻ വരും. ഒരു ചില്ലി കാശി അമ്മയ്ക്ക് കൊടുക്കില്ല. അപ്പോഴേക്കും എൻ്റെ സ്വന്തം അധ്വാനത്തിൽ അമ്മ പണിത വീടിന്റെ നേരെ എതിർവശത്ത് ഞാൻ വേറൊരു വീട് വെക്കും. കൊള്ളാലോ ആഗ്രഹങ്ങള്. എന്തോ ജോലി ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അതൊക്കെ റെഡിയായിട്ടുണ്ട്. തന്നെ എനിക്ക് പഠിപ്പിക്കണ്ടേ? എന്ത് ജോലിയാ? എൻ്റെ പരിചയത്തിലൊരു ചേട്ടന്റെ ഓട്ടോറിക്ഷ ഓടിക്കാൻ. ഓട്ടോറിക്ഷ ഓടിക്കാനോ? ഞാൻ ഒരുപാട് അന്വേഷിച്ചു. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് എവിടെ ജോലി കിട്ടാനാ? ഇത് തൽക്കാലത്തേക്ക് മാത്രം. മറ്റൊരു ജോലി ശരിയാവുന്നത് വരെ നല്ലൊരു വരുമാനമുള്ള ജോലി വേണ്ടേ?